ഹലോ വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് കണ്ടു? ലീനിയർ ഇൻഇക്വാലിറ്റി +1 സബ്ജക്റ്റ് ലീനിയർ ഫിഫ്ത്ത് ചാപ്റ്ററായ ലീനിയർ ഇൻഇക്വാലിറ്റി കണ്ടു. അതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസത്തേക്ക് നിങ്ങൾ നോക്കിയായിരുന്നോ? ആകെ എന്താ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഈസ് ഈക്വൽ ടു. അതിലെന്തൊക്കെ വരും? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന രണ്ട് റൂള് അല്ലേ? എന്താ രണ്ട് റൂള്? ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ അഡീഷൻ സബ്സ്ട്രാക്ഷൻ. എന്താണ്? നമ്മുടെ രണ്ട് സൈഡിലും അഡീഷൻ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേപോലെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യാം, മാറ്റമൊന്നും വരുന്നില്ല. രണ്ടാമത്തെ റൂള് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ രണ്ട് സൈഡിലും ഒരേപോലെ ചെയ്യുമ്പോൾ മാറ്റം വരുന്നുണ്ടോ? സാധാരണഗതി മാറ്റം വരുന്നില്ല. പക്ഷേ എവിടെയാണ്? നെഗറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? അതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തിലേക്ക് മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇൻ്റർചേഞ്ച് ചെയ്യും അല്ലേ? ലെസ് ദാൻ എങ്ങോട്ട് മാറും? ഗ്രേറ്റർ ദാനിലേക്ക് മാറും. ഫോർ എക്സാമ്പിൾ ഏതാടാ? 12x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടി? -2 × 12x അല്ലേ? -2 × 12x. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? 20 × -2 അല്ലേ? -2 × 20. ഓക്കെ, സിമ്പിൾ എന്ത് സംഭവിച്ചു? ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു, എന്തിലേക്ക് മാറി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോബ്ലംസ് ചെയ്തു, ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഈ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലംസിലേക്ക് പോവാം നമുക്ക്. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 7x + 3 ലെസ് ദാൻ 5x + 9. ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താണ് കണ്ടീഷൻ? 7x + 3 ലെസ് ദാൻ 5x + 9. ഓക്കെ, സോൾവ് ചെയ്യാം നമുക്ക്. ഓക്കെ, തന്നിരിക്കുന്നത് എന്താണ്? 7x + 3 ലെസ് ദാൻ 5x + 9. എന്ത് ചെയ്യുന്നു? നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. രണ്ട് സൈഡിലും നമ്മൾ ഈക്വലായിട്ട് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ചെയ്യാം അല്ലേ? നമ്മൾ സാധാരണ ഈക്വൽ ടു എന്നുള്ളൊരു ഇക്വേഷൻ അല്ലേ? 5x എന്താണ്? 5x + 2 = 20 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ആണെങ്കിൽ 5x = 20 - 2 അല്ലേ? അതെന്താ ചെയ്തത്? നമ്മൾ ശരിക്കും രണ്ട് സൈഡിലും -2 കൊണ്ട് അല്ലെങ്കിൽ 2 വെച്ച് സബ്സ്ട്രാക്ട് ചെയ്യല്ലേ ചെയ്തേ അല്ലേ? 5x + 2 - 2 = എന്ത് വന്നു? 20 - 2 അല്ലേ? അപ്പം എന്ത് കിട്ടി? ഇവിടെ 5x = 18 കിട്ടി. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതായത് രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? ഈക്വലായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ കൊണ്ട് ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, 7x + 3 ലെസ് ദാൻ 5x + 9. എന്ത് ചെയ്തു? ആദ്യം രണ്ട് സൈഡിൽ നമ്മൾ 3 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, 3 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 7x ലെസ് ദാൻ എന്ത് കിട്ടി? 5x + 9 - 3 അല്ലേ? 3 അങ്ങോട്ട് പോയി അല്ലേ? 9 - 3 എന്ത് വന്നു? 6. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്തു? ഇവിടെ 7x, ഇവിടെ 5x. എന്ത് ചെയ്തു? രണ്ട് സൈഡിൽ നമ്മൾ 5x കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നു അല്ലേ? ഈ സൈഡിൽ നിന്ന് 5x കുറയ്ക്കുന്നു, ഈ സൈഡിൽ 5x കുറയ്ക്കുന്നു. ആ കുറയ്ക്കുന്നതിന് പകരം എന്താണ്? അതായത് ഈ 5xനെ ഇങ്ങോട്ട് എടുക്കുന്നു അല്ലേ? നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. എന്ത് വന്നു? 7x - 5x ലെസ് ദാൻ 6 എന്ന് കിട്ടി. ഓക്കെ, അതിൽ നിന്ന് കിട്ടി? ഇംപ്ലൈസ് 2x ലെസ് ദാൻ 6. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? x ലെസ് ദാൻ 6/2. x ലെസ് ദാൻ 6/2 എന്ന് പറഞ്ഞാൽ എന്താടാ? x ലെസ് ദാൻ 3. ഓക്കെ, ഇതാണ് കിട്ടിയത്. x ലെസ് ദാൻ 3. ചോദിച്ചെന്താ? ചോദ്യം വായിച്ചു നോക്കിയോ ഒന്നും കൂടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടോ എന്ത് ചെയ്തു? എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് നമ്പർ ലൈനിൽ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ,
നമ്പർ ലൈനിൽ നമ്മൾ ഗ്രാഫായിട്ട് അത് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു, എന്നാലും നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, നമ്പർ ലൈൻ. ഓക്കെ, നമ്പർ ലൈൻ കണ്ടു. നമ്പർ ലൈനിൽ എന്തൊക്കെയാണ് വരുന്നത്? 0, 1, 2, 3, 4, 5, 6 അങ്ങോട്ട് പോകും. ഇങ്ങോട്ടോ -1, -2, -3, -4 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇതാണ് നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ ഇതെങ്ങനെ പ്ലോട്ട് ചെയ്യാം? നമ്പർ ലൈനിൽ ഇപ്പം നമുക്ക് കിട്ടിയ കണ്ടീഷൻ എന്താണ്? ഓക്കെ, വേറെ ഒരു കളർ എടുത്ത് പ്ലോട്ട് ചെയ്യാം. നമുക്ക് എന്താ കണ്ടീഷൻ കിട്ടിയത്? എക്സ് ലെസ് ദാൻ 3 എന്നാണ് കിട്ടിയത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സ് റിയൽ നമ്പർ ആണ്, സാധാരണ അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എക്സ് എന്താണ്? എക്സ് ഈസ് എ റിയൽ നമ്പർ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഇൻഡിജർ എന്ന് പറയും, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറയും, ഹോൾ നമ്പർ എന്ന് പറയും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? എക്സിനെ റിയൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എക്സ് ലെസ് ദാൻ 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണ്? 3 താഴേക്ക്. 3 തൊടുവോ? ഇല്ല, 3 വരെ അല്ലേ? -∞ മുതൽ 3 വരെ, അതാണ് എക്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ 3 എന്നുള്ള വാല്യൂ തൊടൂല. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു വട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്, കാരണം അതിൽ ടച്ച് ചെയ്യുന്നില്ല. അവിടെ മുതൽ എങ്ങോട്ട് വരും? എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇതാണ് എക്സിന്റെ വാല്യൂ. അതായത് -∞ മുതൽ എവിടം വരെ? 3 വരെ. 3 ഉണ്ടോ? 3 ഇല്ല, ലെസ് ദാൻ 3 ആണ്. അതേ സ്ഥലത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് സംഭവിച്ചു? 3ൽ ടച്ച് ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എഴുതുമ്പോൾ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എവിടെ മുതൽ എവിടെ വരെ? -∞ ടു 3. ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം. അവിടെ എന്ത് ബ്രാക്കറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് അല്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ്, എന്താണ് ഓപ്പൺ ബ്രാക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ? ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ, ആ പർട്ടിക്കുലർ വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. ഓപ്പൺ ബ്രാക്കറ്റിൽ ആ പർട്ടിക്കുലർ വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിലോ? ഇപ്പൊ 3 ലെസ് ദാൻ, സപ്പോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വിചാരിക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താണ് ഇവിടെ വാല്യൂ വന്നേക്കുന്നത്? -∞ ടു 3 ക്ലോസ്ഡ് വന്നേനെ. കാരണം 3 എന്നുള്ള വാല്യൂ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വന്നേനെ? ക്ലോസ്ഡ് ബ്രാക്കറ്റ് വന്നേനെ. പക്ഷേ എന്താണ് ഇവിടെ? 3 എന്നുള്ള വാല്യൂ അവിടെ ഇൻക്ലൂഡഡ് അല്ല അല്ലേ? അപ്പൊ 3 എക്സ്ക്ലൂഡ് 3. അപ്പൊ 3 എന്ത് ചെയ്യുന്നു? അവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഇടും. ഓക്കെ, ഗ്രാഫിൽ നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ എന്താണ്? ഇതാണ് അതിന്റെ നമ്പർ ലൈനിൽ വരയ്ക്കുന്ന ഗ്രാഫ്. എക്സിന്റെ വാല്യൂ എവിടെയാണ്? എക്സിന്റെ വാല്യൂ -∞ മുതൽ 3 വരെ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾ 3x - 4/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1/4 -1. ക്വസ്റ്റ്യൻ കണ്ടോ? 3x - 4/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1/4 -1. ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക. ബോർഡ് ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഞാൻ പറയുന്നതനുസരിച്ച് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നോക്കുക. ഇവിടെ എന്താണ്? ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ലൈനിലെ ഗ്രാഫായിട്ട് കാണിച്ചു കൊടുക്കണം. ക്വസ്റ്റ്യൻ 3x - 4/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1/4 -1. ഓക്കെ, എന്ത് കിട്ടി? 3x - 4/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x + 1/4 -1. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പം ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റെപ്പും കൂടെ കുറച്ച് ചെയ്യുന്നു അല്ലേ? എന്താണ്? ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുക. 3x - 4/2 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? x + 1/4 -1. ഓക്കെ, ആ -1നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം -1നെ ഇവിടെ എന്താണ്? 4 ഡിനോമിനേറ്റർ വന്നു അല്ല, ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഈ സൈഡിലോ? ഈ സൈഡിൽ ഒരു സിംഗിൾ വാല്യൂ -1 എന്ന് വന്നിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ രണ്ടിനെയും കൂടെ
ഒറ്റ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. സോറി, ഇവിടെ 2 അല്ലടാ, ഇവിടെ 2. ഇവിടെ 2 ആണ്. 3x - 4/2 ആണ് ഇവിടെ. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ പോവുകയാണ്. എങ്ങനെയാക്കുന്നത്? x + 1/4 - 1 അല്ലേ ഉള്ളേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? x + 1/4 - 1ന് ഞാൻ എന്ത് ചെയ്യുന്നു? 4/4 എന്ന് എഴുതുന്നു. ഓക്കെ, അങ്ങനെ എഴുതത്തില്ലേ? 1 എന്ന് പറഞ്ഞാൽ 4/4 ആണ്. എന്തിനാ 4/4 എന്ന് എഴുതാൻ കാരണം? ഇവിടെ ഡിനോമിനേറ്ററിൽ 4 വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി ഇവിടെ 4/4 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി വാല്യൂ? x + 1 - 4/4. ഓക്കെ, ഇതിനെന്തിലേക്ക് മാറ്റി? x + 1/4 - 1നെ x + 1 - 4/4 എന്നിലേക്ക് മാറ്റി. ഓക്കെ, 1 - 4 എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? 1 - 4 1 - 4 എന്ത് കിട്ടി? -3 കിട്ടി അല്ലേ? കിട്ടുന്നില്ലേ? x - 3/4 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 2നെ ഇങ്ങോട്ട് എടുക്കുന്നു, 4നെ ഇങ്ങോട്ട് എടുക്കുന്നു. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 2 കൊണ്ട് മുകളിലും താഴെയും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ മാറ്റം ഉണ്ടോ? ഇല്ല, സെയിം വാല്യൂ തന്നെ. എന്തിനാ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? ഇവിടെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഡിനോമിനേറ്റർ നമുക്ക് എന്തിലേക്ക് മാറ്റണം? 4ലേക്ക് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മുകളിലും താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 2 × 3x - 4 > 4 > x - 3/4. ഓക്കെ, എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിൽ x4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? /4 രണ്ടിടത്തും 1/4 × അല്ലേ? അപ്പോൾ രണ്ടിടത്തും 1/4 ഉള്ളതുകൊണ്ട് നമ്മൾ ഈക്വൽ ടു സോൾവ് ചെയ്യുന്ന പോലെ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനത്തെ കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 3x - 4 6x - 8 > x - 3. ഓക്കെ, ഒന്നും കൂടെ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് ഇങ്ങോട്ട് എടുത്തു. എത്ര കിട്ടി? 5x 6x - x എന്ത് കിട്ടി? 5x > എന്ത് കിട്ടി? -8ന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടി? 8 - 3 അല്ലെങ്കിൽ -3 + 8. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 5x > 5. ഓക്കെ, 5x > 5 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? x > 1 അല്ലേ? 5 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? x > 1 എന്ന് കിട്ടി. ഓക്കെ, ഈ സൊല്യൂഷൻ കിട്ടിയോ? നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് കിട്ടിയേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്തിലേക്ക് ചെയ്യണം? നമ്പർ ലൈനിൽ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമ്പർ ലൈനിൽ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നോട്ട് ചെയ്തില്ല നിങ്ങൾ? ഇത് ഞാൻ വായിക്കുവാണ്. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ സ്ഥലം വേണം, ഇല്ലെങ്കിൽ അടുത്ത പേജിൽ വരയ്ക്കാം. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ വാല്യൂ കിട്ടിയ വാല്യൂ x > 1. ഓക്കെ, x > 1 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ വാല്യൂ x > 1 ഇതല്ലേ കിട്ടിയേക്കുന്നത്? x > 1 കിട്ടിയാൽ അത് പ്ലോട്ട് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ x എന്തായിട്ട് നമ്മൾ എടുക്കണം? x റിയൽ നമ്പർ ആയിട്ട് എടുക്കണം അല്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ, ഒന്നും തന്നിട്ടില്ലെങ്കിൽ x അവിടെ റിയൽ നമ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ എവിടം വരെയാണ്? x 1നേക്കാൾ ഒന്നെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിലോ 1നേക്കാൾ വലിയൊരു നമ്പറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? കിട്ടി. x belongs to എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 1 to ഇൻഫിനിറ്റി അല്ലേ? ക്ലോസ്ഡ് ഇന്റർവെൽ 1 വരാൻ കാരണം എന്താണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 1 വരാൻ കാരണം എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 1 x either equal to 1 or greater than 1. അപ്പൊ x 1 എന്നുള്ള വാല്യൂ അവിടെ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അതുകൊണ്ട് എന്താണ്? എക്സിന്റെ വാല്യൂ 1 to ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു നമ്പർ ലൈനിൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക? നമ്പർ ലൈൻ വരയ്ക്കുന്നു. ഏതൊക്കെയാണ് വരുന്നത്?
0 1 2 3 4 5 6 അങ്ങനെ പോകുന്നു. ഇങ്ങോട്ടോ -1 -2 -3. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണ്? 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? വേറൊരു കളർ എടുക്കാം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ? 1 മുതൽ ഇൻഫിനിറ്റി വരെ. 1 ഇൻക്ലൂഡഡ് ആണോ? 1 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇതാണ് എക്സിൻ്റെ വാല്യൂ. 1 ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു സർക്കിൾ വരച്ചു കൊടുക്കുന്നു. 1 ഇൻക്ലൂഡഡ് ആണെങ്കിലോ അത് മൊത്തത്തിലൊന്ന് ഡാർക്കൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം 1 ഇൻക്ലൂഡഡ് ആണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയി. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ നിങ്ങൾ ഇത്രയും നേരം ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് വാല്യൂസ് തന്നു, ഡയറക്റ്റ് ചെയ്യാമെന്ന്. ഇതെന്ത് ചെയ്യുന്നു? ഇത് അവിടെ കുറച്ച് കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ആ കഥ നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ മാറ്റണം. ഓക്കെ, എന്താ അവിടെ കഥ പറഞ്ഞേക്കുന്നത്? രവി obtained 70 and 75 marks in first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആ ചെറിയ ക്ലാസ്സിൽ എന്തായിരുന്നു ചെയ്തത്? ആവറേജ് ഓഫ് 60 മാർക്സ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താണ്? ലീനിയർ ഇൻഇക്വാലിറ്റി വന്നപ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് എന്നൊരു വാക്ക് അവിടെ വന്നിട്ടുണ്ട് അല്ലേ? എന്താ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ? 60 എങ്കിലും അല്ലേ? അതായത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണോ? 60 എങ്കിലും കിട്ടണം അല്ലേ? അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60, എയ്തർ 60 അല്ലെങ്കിൽ എന്താണ് 60യുടെ മുകളിലേക്ക് ആവറേജ് മാർക്ക് ഉണ്ടാവണം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. എന്താണ്? രവി എന്ത് ചെയ്തു? യൂണിറ്റ് ടെസ്റ്റിന് 2 യൂണിറ്റ് ടെസ്റ്റിന് എന്ത് മാർക്ക് കിട്ടി? 70 മാർക്ക് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിന് കിട്ടി. സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റിന് എത്ര കിട്ടി? 75 കിട്ടി. ഫൈൻഡ് ദ മിനിമം മാർക്സ് ഹി ഷുഡ് ഗെറ്റ് ഇൻ എ തേർഡ് ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടിയെങ്കിൽ എന്താണ്? ആവറേജ് 60 മാർക്സ് ആവും. ആവറേജ് 60 മാർക്സ് ആവുന്നല്ല, ആവറേജ് അറ്റ്ലീസ്റ്റ് 60 മാർക്സ് എങ്കിലും ആകും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 60 മാർക്സ് എങ്കിലും ആകണമെങ്കിൽ എത്ര മാർക്ക് കിട്ടണം തേർഡ് യൂണിറ്റ് ടെസ്റ്റിന്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, സാധാരണ ആവറേജ് കാണുന്നത് എങ്ങനെയാ? 3 നമ്പറിൻ്റെ ആവറേജ് കാണുന്നത് എങ്ങനെയാ? ABC 3 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ABC 3 നമ്പർ ഉണ്ട്. ആ 3 നമ്പറിൻ്റെ ആവറേജ് എങ്ങനെയാണ് കാണുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താടാ? A+B+C/3. ഇനി 4 നമ്പർ ഉണ്ടെങ്കിലോ? ABCD 4 നമ്പർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആവറേജ് കാണുക? A+B+C+D/4 4 നമ്പർ. ഓക്കെ, ഇവിടെ എത്ര നമ്പറാണ്? ഇവിടെ 3 നമ്പറാണ് ഉള്ളത്. 70 75. മൂന്നാമത്തതിൻ്റെ നമ്മൾക്ക് വേണ്ട വാല്യൂ, നമുക്ക് വേണ്ടത് മൂന്നാമത്തെ അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ അതിന് എക്സ് എന്ന് പേര് കൊടുത്തു. സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്താണ്? ലെറ്റ് എന്താണ്? മാർക്ക് ഓഫ് തേർഡ് ടെസ്റ്റ് ബി എക്സ്. അതായത് മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. സ്റ്റെപ്പ് അതേപോലെ തന്നെ എഴുതണം. ലെറ്റ് മാർക്ക് ഓഫ് ദ തേർഡ് ടെസ്റ്റ് ബി എക്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ് എന്താണെന്ന് കണ്ടു. ഓക്കെ, സോ ആവറേജ് ഗിവൻ ദാറ്റ് 70 3 എക്സ് ആണെങ്കിൽ 3 എണ്ണത്തിൻ്റെയും കൂടെ ആവറേജ് എത്ര വരും? 70 + 75 + എക്സ് ബൈ 3 എണ്ണം അല്ലേ? ബൈ 3. അതല്ലേ 3 എക്സാമിൻ്റെയും കൂടെ ആവറേജ്. അതെന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 60 ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്തർ 60 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 60 അല്ലേ? അപ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വന്നു. ക്ലിയർ? ഇനി എന്താണ്? ഇനി എക്സിൻ്റെ വാല്യൂ കാണണം. ഇതാണ് ഈ ഒരു എന്താണ് കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടീഷനിലേക്ക് എത്തുകയാണ്. ഈ കണ്ടീഷൻ വരുന്ന ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. എന്ത് കിട്ടി? 70 + 75 + x/3 = 60. നമുക്ക് 3ന് അപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. എന്ത് കിട്ടി? 70 + 75 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയടാ? 145
പ്ലസ് 145 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180. ഓക്കെ, 145നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 മൈനസ് 145. എത്ര കിട്ടി? 180 മൈനസ് 145 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35. എന്താ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടിയ മാർക്ക് ഒന്നെങ്കിൽ 35, ഓക്കെ, ഒന്നെങ്കിൽ എയ്തർ 35 ഓർ മോർ ദാൻ 35. അങ്ങനെയാണെങ്കിൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 60 ആവും. 60 ആണെങ്കിൽ എത്രയായിരിക്കും? 35 മാർക്ക് കിട്ടിയാൽ 60 ആവും. അപ്പോൾ 60ക്ക് മുകളിലേക്ക് ആവറേജ് കിട്ടണമെങ്കിൽ 35ൻ്റെ മുകളിലേക്ക് മാർക്ക് കിട്ടണം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതുവരെ കണ്ടതിൽ നിന്ന് എന്താ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? ഇത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഡബിൾ ഇൻഇക്വാളിറ്റി. ഇവിടെ ഇൻഇക്വാളിറ്റി ഉണ്ട്, ഇവിടെ ഇൻഇക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഡബിൾ ഇൻഇക്വാളിറ്റി രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ മതി, അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, എങ്ങനെയാണ്? ഒന്നെങ്കിൽ -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x - 3. അടുത്ത കണ്ടീഷൻ എന്താണ്? 5x - 3 ലെസ് ദാൻ 7. രണ്ട് കണ്ടീഷനും എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്താൽ കിട്ടും. ഇത് സോൾവ് ചെയ്യാൻ അറിയത്തില്ലേ? ഇത് സോൾവ് ചെയ്യാൻ അറിയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഒരുമിച്ച് എഴുതിയാൽ മതി. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യുന്നു? -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x - 3 ലെസ് ദാൻ 7. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 5x - 3 അല്ലേ? ഇവിടേക്ക് +3 എടുക്കുന്നു, ഇവിടേക്ക് +3 എടുക്കുന്നു. അതായത് മൂന്നിടത്തും ഈക്വൽ ആയിട്ട് നമ്മൾ 3 ആഡ് ചെയ്യുന്നു. സിമ്പിളിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല, അഡീഷൻ വരുമ്പോൾ സിമ്പിളിന് മാറ്റം വരുന്നില്ല. എന്ത് കിട്ടി? -8 + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x ലെസ് ദാൻ 7 + 3. സ്റ്റെപ്പ് മനസ്സിലായോ എന്താ ചെയ്തേന്ന്? ഇവിടെ -3 അല്ലേ? അപ്പോൾ എന്താണ്? ഈ -3 എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 3 ആഡ് ചെയ്യണം, ഇവിടെ 3 ആഡ് ചെയ്യണം, ഇവിടെ 3 ആഡ് ചെയ്യണം. മൂന്ന് സ്ഥലത്ത് ഒരേപോലെ 3 ആഡ് ചെയ്താൽ ചേഞ്ച് വരുന്നില്ല സിമ്പിളിൽ. ഓക്കെ, -8 + 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x ലെസ് ദാൻ 7 + 3. ഓക്കെ, അടുത്തത് എന്ത് ചെയ്യുന്നു? -8 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x ലെസ് ദാൻ 7 + 3 എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 2. ക്ലിയർ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെയാണ്? എക്സിൻ്റെ വാല്യൂ -1 to 2. ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? -1 മുതൽ 2 വരെ. പക്ഷെ -1ൻ്റെ ഇവിടെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. -1 ഇൻക്ലൂഡഡ് ആണോ? അതെ, -1 അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ ക്ലോസ്ഡ് ബ്രാക്കറ്റ് -1. ഇവിടെയോ 2 വരെ. 2 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 2 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഇങ്ങനെ വരും എക്സിൻ്റെ വാല്യൂ. ഇനി ഇത് നമ്പർ ലൈനിൽ വരയ്ക്കുകയാണെങ്കിലോ? നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 0 -1 -2. ഇവിടെ 1 2 3. എവിടെ മുതൽ എവിടെ വരെയാണ്? -1 ഇൻക്ലൂഡഡ് ആണോ? അതെ, -1 അവിടെ ഇൻക്ലൂഡഡ് ആണ്. -1 to 2. 2 ഇൻക്ലൂഡഡ് ആണോ? 2 ഇൻക്ലൂഡഡ് അല്ല. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇവിടെ മുതൽ ഇവിടം വരെ എവിടെ വേണേലും ആകാം. ഓക്കെ, അതേ സ്ഥലത്ത് ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടും കൂടെ ചെയ്താൽ മതി എന്ന്. അതെ, ഇവിടെ എന്താണ്? -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x - 3. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് നമ്മൾ 3നെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. -5 അല്ലെ? 3നെ ഇങ്ങോട്ട് എടുത്താൽ -8 + 3 -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x. എന്ത് കിട്ടിയത് ഇന്ന്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് കിട്ടി. ഓക്കെ, ഇവിടുന്ന് ഇത് ചെയ്യുമ്പോഴോ 5x - 3 ലെസ് ദാൻ 7. അപ്പോൾ എന്ത് കിട്ടി? 5x ലെസ് ദാൻ 7 + 3 10. x ലെസ് ദാൻ 10/5 2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, x ലെസ് ദാൻ 2. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്ത് എഴുതാം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 2 എന്ന് ഒരുമിച്ച് എഴുതാം. അങ്ങനെ ഇൻഡിവിജ്വലി ചെയ്താലും മതി, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്താലും മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അതും അതേപോലെ തന്നെ ഒരു വലിയ കഥ തന്നിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞേക്കുന്നത്? ഇൻ ആൻ എക്സ്പെരിമെന്റ് എ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ടു ബി കെപ്റ്റ് ബിറ്റ്വീൻ.
നമ്മൾ കെമിസ്ട്രിയിലേക്ക് പോയോ? ഇല്ല, നമ്മുടെ മാത്സിൻ്റെ തന്നെ കേട്ടോ. ഇൻ ആൻ എക്സ്പെരിമെന്റ് എ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ടു ബി കെപ്റ്റ് ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 35 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 30 ഡിഗ്രി 35 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റ് if conversion formula is given by C is equal to 5/9 into F minus 32, where C and F represent temperature in degree Celsius and Fahrenheit respectively. എന്താ തന്നിരിക്കുന്നത്? ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ ആൻ എക്സ്പെരിമെന്റ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്ത് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ എടുത്തു. എന്തിനുള്ളിൽ കെപ്റ്റ് ചെയ്തു? 30 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും അല്ലേ? 35 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും നമ്മൾ സീന്ന് എടുത്തു അല്ലേ? സി സപ്പോസ് ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ സീന്ന് കൊടുത്തു. അത് 30 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് കീപ്പ് ചെയ്തത്. ഓക്കെ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റ് if conversion formula is given by C is equal to 5/9 into F minus 32. this ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലേക്ക് മാറ്റാനുള്ള ഫോർമുലയാണ്. ഓക്കെ, നിങ്ങൾ ഫാരൻഹീറ്റ് നമ്മൾ സാധാരണ പനിയൊക്കെ ഇളക്കുന്നത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. 100 ഡിഗ്രി 99 ഡിഗ്രി പനി എന്നൊക്കെ പറയില്ല, അത് ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓക്കെ, ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും തമ്മിലുള്ള കൺവേർഷൻ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഡിഗ്രി സെൽഷ്യസ് 1 ഡിഗ്രി സെൽഷ്യസ് മാറണമെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ 1 കൊടുക്കുന്നു. 5/9 into F minus 32. ആ എഫിൻ്റെ വാല്യൂ കിട്ടിയാൽ 1 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റാന്ന് കിട്ടും. ഓക്കെ, അതേപോലെ 20 ഡിഗ്രി സെൽഷ്യസ് അവിടെ 20 കൊടുത്താൽ 20 ഈസ് ഈക്വൽ ടു 5/9 into F minus 32. ആ എഫിൻ്റെ വാല്യൂ ആണ് 20 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റാന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 30 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് വാല്യൂ ഉള്ളത്. അത് നമ്മൾ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 30 ലെസ് ദാൻ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറണമെങ്കിൽ ആ ഇക്വേഷൻ ഡയറക്റ്റ് ഇവിടെയും കൊടുത്താൽ പോരെ? സിക്ക് വരെ എന്ത് കൊടുത്തു? 5/9 into F minus 32 ലെസ് ദാൻ 35. ഓക്കെ, ഈ ഇക്വേഷൻ എന്താണ്? സിയും എഫും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സിക്ക് വേറെ ഇത് കൊടുക്കുന്നു. അപ്പോൾ എഫിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. അവിടെ എഫ് എത്രയ്ക്ക് ഏത് മുതൽ ഏത് വരെ എന്നുള്ള റേഞ്ച് ഇവിടെ കിട്ടും ഇത് സോൾവ് ചെയ്താൽ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കിയാലോ നമുക്ക്? ഓക്കെ, എങ്ങനെ സോൾവ് ചെയ്യും? 5/9 into F minus 32 ആണ് സി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നെങ്കിൽ 2 ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു 2 ആയിട്ട് സോൾവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പം നമുക്ക് 2 ആയിട്ട് സോൾവ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്തു? 30 ലെസ് ദാൻ 5/9 into F minus 32 എന്ന് കിട്ടി. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്തു? 9 ഇങ്ങോട്ട് എടുത്തു, 5 ഇങ്ങോട്ട് എടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. 30 into 9/5 ലെസ് ദാൻ F minus 32 എന്ന് കിട്ടി. ഓക്കെ, 30 5 കൊണ്ട് എന്ത് ചെയ്യാം? 6. ഓക്കെ, അപ്പോൾ 6 9s are 54 ലെസ് ദാൻ F minus 32. ഓക്കെ, എന്ത് കിട്ടി? 32നെ ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ 86 ലെസ് ദാൻ F എന്ന് കിട്ടി. ഓക്കെ, സിമിലർലി രണ്ടാമത്തെ എന്താണ്? F minus 32 into 5/9 അല്ലേ? 5/9 ലെസ് ദാൻ 35. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? F minus 32 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ലെസ് ദാൻ 35 into 9/5. ഓക്കെ, എന്ത് കിട്ടി? 5ഉം 35ഉം 7. ഓക്കെ, 7 9s are 63 അല്ലേ? അപ്പോൾ F ലെസ് ദാൻ എന്ത് കിട്ടി? 63 പ്ലസ് 32. 7 9s are 63. 32 അടുത്ത സ്റ്റെപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോയി. എന്ത് കിട്ടി? 95. എന്ത് കിട്ടി? F ലെസ് ദാൻ 95 എന്ന് കിട്ടി. ഒരുമിച്ച് എഴുതുവാണെങ്കിൽ എന്ത് കിട്ടി? F ലെസ് ദാൻ 95, 86 ലെസ് ദാൻ F. നമുക്ക് 86 ലെസ് ദാൻ F ലെസ് ദാൻ
95. That will be the answer. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടില്ലേ? കുറേ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ബാക്കി ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്യുക, സംശയം നോക്കുക, ക്ലിയർ ചെയ്ത് തന്നെ പോവുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ബൈ. സോ സി യു ടു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.